വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ഹെയർ റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പം ഞാൻ ഓർത്തു ഇന്നിപ്പോൾ എന്തായാലും ഞാനൊരു ഹെയർ മാസ്ക് ചെയ്യാൻ പോവാ, തലയിൽ അപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ ഞാൻ വെച്ചു അത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന്. അപ്പൊ നമുക്ക് കുറച്ച് ദിവസമായി എൻ്റെ ഹെയർ ഒക്കെ നന്നായിട്ട് കെയർ ചെയ്തിട്ട് അപ്പം ആകെ അലമ്പായിട്ട് കിടക്കാണ് ഹെയർ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മാസ്ക് ഇടാമെന്ന്. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിലെ എപ്പോഴും ഉള്ളൊരു സാധനമാണ് മുട്ട, കോഴിമുട്ട. 2 മുട്ടയാണ് ഞാനിട്ട്. നിങ്ങളുടെ ഹെയർ ലെന്തിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ട എടുക്കാം കേട്ടോ. 2 3 നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മുട്ട എടുക്കുമ്പോൾ മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക. മുട്ടയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 എണ്ണയോ ടീസ്പൂൺ മതി കേട്ടോ. 2-3 സ്പൂൺ ഓയിലും കൂടെ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം, എന്നിട്ട് അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾ തലയിൽ എണ്ണ തേച്ചതിന് ശേഷമാണ് അത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എണ്ണയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് മുട്ടയൊക്കെ പൊട്ടിക്കാതെ നമുക്ക് വെള്ളം മാത്രം മതിയേ. ഫ്രിഡ്ജിലിരുന്നോണ്ടാണ് ജെല്ലി പോലെ ഇരിക്കുന്നു. വീഴ്. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ഇടുമ്പം ആൺകുട്ടികൾക്കും കൂടെ പറ്റിയ ഇത് പറഞ്ഞു തരുമെന്ന് ചോദിക്കാറുണ്ട്. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 പേർക്കും ഉപയോഗിക്കാം. ഉള്ളല്ലേ, കുറച്ച് മഞ്ഞയൊക്കെ വീരും കേട്ടോ, കാര്യാക്കണ്ട. ഇത്രേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ മഞ്ഞയും കൂടെ വരും. ഇനി നന്നായിട്ടൊന്ന് അടിക്കൊന്നും വേണ്ട, വെള്ളം മാത്രമല്ലേ ഉള്ളൂ. എന്നാലും അതിൻ്റെ ഒരു ആ ജെല്ലി കൺസിസ്റ്റൻസി മാറാൻ വേണ്ടി ഇതെടുത്ത്. ഇവിടെ ഒരാള് മുട്ട എൻ്റെ കണ്ടപ്പോ തൊട്ടേ മുട്ടയ്ക്ക് വേണ്ടി നടക്കുന്നുണ്ട്. അവക്ക് വെള്ളം ഇഷ്ടമല്ല, അവക്ക് മഞ്ഞ ഇഷ്ടമുള്ളൂ. പക്ഷെ അവക്ക് വെള്ളേ കൊടുക്കാൻ പാടുള്ളൂ. മുട്ട തിന്നായിരിക്കുക. അവർക്ക് അറിയത്തില്ല ഞാൻ തലയിൽ തേക്കാൻ മതി. മിക്കവാറും തലയൊക്കെ നക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന മുടിയുടെ ജട എടുത്തിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ വേണേൽ ചെയ്യാം. അല്ല ഞാൻ പറഞ്ഞ പോലെ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് നിങ്ങൾക്ക് ഹെയർ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെയും തേക്കാം. അപ്പൊ ഞാൻ തലയിൽ എണ്ണ വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എണ്ണ തട്ടിട്ടോ. കാരണം ഞാൻ പറഞ്ഞ കുറച്ച് ദിവസമായി മുടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് മര്യാദക്ക് നന്നായിട്ട് ഡ്രൈ ആയിരുന്നു. അപ്പൊ ഞാൻ എണ്ണ തേച്ച് നന്നായിട്ട്. നിങ്ങൾ ഒത്തിരി എണ്ണ തേക്കണ്ട. ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ തേക്കുന്നത് എപ്പോഴും നല്ലതാ. ഒരുപാട് എണ്ണ തേക്കണ്ട. ഇതാ നല്ല മണം. ഈ മുട്ടയുടെ വെള്ളം ഞാൻ തലയിൽ തേക്കാൻ പോവാ. നല്ല തണുപ്പ്, ഫ്രിഡ്ജിലിരുന്ന മുട്ട ആയതുകൊണ്ടായിരിക്കും. നല്ലതാ, മുടി നല്ല സോഫ്റ്റ് ആവും. ഡ്രസ്സിലൊന്നും ആവാതെ നോക്കും. ഇതേപോലെ എൻ്റെ ഇപ്പം ഡ്രസ്സിലൊക്കെ ആയി. ഇനി ഞാനിത് ഫുൾ തേച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ മൊത്തത്തിൽ പെരട്ടി. പക്ഷെ എനിക്ക് ലെങ്ത്തിലോട്ട് അധികം മുട്ട കിട്ടിയില്ല. കുറച്ചും കൂടെ വലിയ 2 മുട്ട എടുക്കേണ്ടി വരും. ഇനിയിപ്പൊ എനിക്ക് താഴെ എടുക്കാനും വയ്യ. അപ്പൊ ഞാൻ പരട്ടി കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തല നന്നായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ നിങ്ങള് മുട്ടയുടെ മണം നിങ്ങൾക്ക് പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പു ഇടണ്ട. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഷാമ്പു നിങ്ങൾ ഡയലൂട്ട് ചെയ്ത് തല തേക്കാൻ പറയും. ഷാമ്പുവും കണ്ടീഷണറും ചെയ്തിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറ്. അപ്പൊ മുട്ടയുടെ വെള്ള എടുത്ത് നന്നായിട്ട് തലയിൽ തേച്ചു. ഇനി ഞാൻ ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്ത് മുടി വാഷ് ചെയ്തിട്ട് വരാം. ഇത്രേ ഉള്ളൂ, ഇനി കൂടുതലൊന്നുമില്ല. ഇതാണ് ഹെയർ മാസ്ക്. മുട്ടയുടെ വെള്ളയാണ് ഹെയർ മാസ്ക്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി കുളിച്ചിട്ട് ഞാൻ റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ എൻഡിൽ കാണാം. നമ്മുടെ ഹെയർ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് വാഷ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു ടെക്സ്ചർ. അപ്പൊ അത്രയുള്ള വീഡിയോ. ടാറ്റാ.